സുഹൃത്തുക്കളെ, എൻ്റെ പേര് രാജേഷ്. നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാം പൂർത്തിയാക്കിയത് തടിയൂർ, നമ്മുടെ NSS സ്കൂൾ തടിയൂർ, പിന്നെ സെൻറ് തോമസ് കോളേജ് കോഴഞ്ചേരി ഡിഗ്രി, അതേപോലെ BA കോളേജ് തുരുത്തിക്കാട്, പിന്നെ കമ്പ്യൂട്ടർ പഠിച്ചു. ഒരേ സമയത്ത് പിന്നെ കമ്പ്യൂട്ടർ ഓരോന്നോരോന്നും പറയാം ഡീറ്റെയിൽഡായിട്ട്. അച്ഛൻ 4ാം ക്ലാസ് ആയപ്പോഴത്തേന് മരിച്ചുപോയി, ഏകദേശം 9 വയസ്സ്. പക്ഷേ അതൊരു ഭാഗ്യമായിട്ട് ചിലപ്പോൾ കണക്കാക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, അല്ല ഞാൻ ഇന്നിപ്പോൾ കാണുന്ന ഈ പൊസിഷനിൽ എത്തത്തില്ലായിരുന്നു. കാരണം ജീവിതത്തിൽ എന്തൊക്കെയോ ചെയ്യണമെന്നൊരാഗ്രഹം, ഒരു തോന്നലുണ്ടായി. ഒറ്റപ്പെട്ടിട്ടില്ല ഈ ജീവിതത്തിൽ, അല്ലെ ഈ ഭൂമിയിൽ ആരെങ്കിലും ജനിച്ചു കഴിഞ്ഞാൽ അവർക്കെല്ലാം എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്നുള്ള തിരിച്ചറിവ്, പിന്നെ ഒരു വാശി, മുൻപേറണം, എന്തും പഠിക്കണം, ഒരുപാട് ആഗ്രഹം. അങ്ങനെ മ്യൂസിക് പഠിച്ചു തുടങ്ങി. ഗിറ്റാർ, വയലിൻ, ഓർഗൻ, സെയിൻ ടൈപ്പ് ഹാർമോണിയം, ഫ്ലൂട്ട്, ട്രിപ്പിള്, എല്ലാ ഇൻസ്ട്രുമെൻറ്റും സ്വന്തമായിട്ട് വാങ്ങിച്ച് വീട്ടിൽ വെച്ചിരുന്നു പഠിച്ചു. ഒരേ സമയത്ത് തന്നെ ജോലി, റബ്ബർ വെട്ടാൻ അറിയാം, വീഡിയോ ഇറക്കാൻ അറിയാം, ടാപ്പിങ്, പെയിൻറ്റിങ്, പോളിഷിങ്, ഇങ്ങനെ ഇവൻ വാറ്റാനറിയാം. എന്തിനു പറയുന്നു, ഓരോരോരോരോ പണികൾ. ഇപ്പം ഞാൻ ജനിച്ച ചുറ്റുപാട് കാർപ്പൻറ്ററി അറിയുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്. ഞാൻ അവർ ചെയ്യുന്ന നോക്കിയിരിക്കും, പഠിക്കും. ഇന്നത്തെ ജനറേഷൻ അങ്ങനെ പഠിക്കുകയില്ല. അതേമാതിരി ഓരോന്നും ജീവിതത്തില്ല. മേക്കാട് പണി ചെയ്യണോ, ഇലക്ട്രിക് വർക്ക് വേണോ, പ്ലംബിങ്ങിൻ്റെ വർക്ക് വേണോ, എല്ലാം അറിയാം. അങ്ങനെ ഒരുപാട്. പിന്നെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ന്യൂമറോളജി, പേസ് റീഡിങ്, പാമിസ്ട്രി, പിന്നെ ബ്ലാക്ക് മാജിക്, അസ്ട്രോളജി, അങ്ങനെ പല നിഗൂഢമായിട്ടുള്ള കലകളോടുള്ള താല്പര്യം. ഒരുപാട് വായിക്കുമായിരുന്നു. ഇപ്പോൾ കേരള പാമിസ്ട്രി മുതൽ അല്ലെന്നേരി മെസ്മറിസം എന്ന് പറഞ്ഞാൽ ഡോക്ടർ മെസ്മർ, പിന്നെ സ്പൂണറിസം, ഡോക്ടർ സ്പൂണർ. ഇത് നിങ്ങൾ വിചാരിക്കുക സ്പൂണറിസോ, എല്ലാ സാധനം ഞാൻ സെക്കൻഡ് കൊണ്ട് തിരിച്ച് പറയുന്നത്. നിങ്ങൾ ഏത് അങ്ങനെ എന്ത് ലാംഗ്വേജ് പറഞ്ഞു, ഇതൊക്കെ ഒരു കലയാണ്. എല്ലാം നോക്കി ഞാൻ പല ഇതിനകത്ത് പറയുന്ന പോലെ ഈ ലോകത്തിൽ ഒരുപാട് തിയറികളും ഒരുപാട് സത്യങ്ങളും ഉണ്ട്. പല ആൾക്കാർ ജീവിക്കാൻ വേണ്ടി ഓരോ സത്യത്തെ വളച്ചൊടിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം പിന്നെ അങ്ങനെ കാര്യങ്ങൾ. ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ കമ്പ്യൂട്ടർ പഠിച്ചു. പിന്നെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ തുടങ്ങി. ഒരു കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് ബേസിക് കരിയർ സ്റ്റാർട്ട് ചെയ്തു. അന്ന് കാലത്തെന്ന് പറഞ്ഞാൽ ലോട്ടസ് 1, 2, 3, അതേപോലെ വേഴ്സ്റ്റാർ, DTP വർക്ക്, ക്ലിപ്പർ, സമ്മർ 87, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതേമാതിരി എല്ലാം പഠിച്ചു. ഈവൻ പാസ്കൽ, ഫോർട്രാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നെ സയന്റിഫിക് ലാംഗ്വേജ് ആണ്, നിങ്ങൾക്ക് ചിലർക്ക് അറിഞ്ഞുകൂടായിരിക്കും, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പം ഈ ഇതിനകത്ത് ഇപ്പം ഈ 80 അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ എന്ന് പറഞ്ഞാൽ 82A6, 3A6, 4A6 എന്നുള്ള ഒരു ചെറിയ ഒരു അങ്ങനത്തെ അതൊക്കെ വന്നിട്ടുള്ളൂ. അന്ന് CD-ROM ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നാണ് ഞാൻ ദുബൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നാണ് CD-ROM ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ അന്ന് ഞാൻ ദുബൈ പോയപ്പോഴും ആദ്യം തന്നെ ഇത് ഫസ്റ്റ് പോയിട്ട് 3 months കൊണ്ട് തന്നെ ഞാൻ കമ്പ്യൂട്ടർ വാങ്ങിച്ചെന്നുള്ളതാണ്. അപ്പം ഇത് കഴിഞ്ഞ് കൊബോള് നല്ല രീതി. അത് കഴിഞ്ഞ് കൊബോളൊക്കെ നമ്മൾ പിന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവനൊരു 2008 വരെ യൂസ് ചെയ്ത് കൊബോൾ പ്രോഗ്രാമിംഗ്. ഇപ്പോഴും പല ഡിമാൻഡുണ്ട്, ആവശ്യക്കാരുണ്ട് മാർക്കറ്റിൽ. പിന്നെ അതേമാതിരി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇത് ഈ ഒരു കാലം കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ എന്നുള്ള സംഭവം വിട്ടിട്ട് ഗുജറാത്തിൽ പോയെന്നുണ്ടെങ്കിൽ എൻ്റെ ബ്രദേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഡീസൽ എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡായിരുന്നു. ഡീസൽ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് എല്ലാത്തിൻ്റെയും ഇഞ്ചിൻസ് ഉണ്ടല്ലോ. ഇത് ബോട്ടിന് യൂസ് ചെയ്യാം, വണ്ടിക്ക് യൂസ് ചെയ്യാം, ഏത് സംഭവത്തിനും ബേസ് എന്ന് പറഞ്ഞാൽ ഇഞ്ചിനാണ്. ആ ഇഞ്ചിൻ എന്ന് പറഞ്ഞാൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അത് ഡീസൽ ഉപയോഗിച്ച് കത്തുന്നു, പെട്രോൾ ഒഴിച്ച് കത്തുന്നു, ഇത്രേ ഉള്ളൂ. ഡീസലാകുമ്പം ഒരു സ്പ്രേ ചെയ്ത് മാതിരി. മറ്റേന്ന് പറഞ്ഞാലും ഒരു വേറെ ടൈപ്പ് സ്പ്രേ ആ പക്ഷത്തിന് കംപ്രസ് ചെയ്ത് എക്സ്പ്ലോഡ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് പഠിച്ച് അത് കഴിഞ്ഞ് ഞാൻ പൂനെയിൽ പോയിട്ട് പൂനെയിൽ ഓൾ ഇന്ത്യ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് ഹോർസ് ബൈ ഇന്ത്യ,
അതേമാതിരി MW മോട്ടോർ വരയ്ക്കാൻ മാനും അതെന്ന് പറഞ്ഞാൽ ജർമ്മൻ കമ്പനിയാണ്. അവ 1 സിലിണ്ടർ മുതൽ 16 സിലിണ്ടർ വരെ ഉള്ള എനിക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു കമ്പനി ഫാക്ടറിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു സാധനം അഴിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതല്ല. അവിടെ ഒന്നേന്ന് മാനുഫാക്ചർ ചെയ്ത് അയൺ ഉരുക്കി ഒഴിച്ച് അതിൻ്റെ മോൾഡുണ്ടാക്കി അതിനെ ചെയ്തിട്ട് പിന്നെ കൊഞ്ചിങ് അല്ലെങ്കിൽ ഇത് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. ക്രാങ്ക് ഷാഫ്റ്റ് ചെയ്യുന്നതിന് പ്രസ് ചെയ്യാനും പിന്നെ അതിൻ്റെ ക്യാം ഷാഫ്റ്റോ അത് ചെയ്യാനും കട്ടിങ് അല്ലെന്നൊരു കണക്ടർ റോഡിൻ്റെ ഇത് ഗ്രേഡ് തിരിക്കാനും വെയിറ്റ് കാരണം അലൈൻമെൻറ്റോ കാര്യങ്ങളോ ചെറിയ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലൊക്കെ മെഷർമെന്റ് തവിലെ തവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു MM-ന്റെ 48 പിന്നെ ഡിവിഷൻ വരും. പിന്നെ അതിനെയും പിന്നെ മൈക്രോൺ മില്ലി മൈക്രോൺ ഇങ്ങനെ തിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പൂനെയിലെ കലാപരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ ഇത് ഇവിടെ പോയി നമ്മുടെ ദുബൈയിൽ പോയിട്ട് അവിടെ ഞാനൊരു ബേസിക്കായിട്ട് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമറായിട്ട് പക്ഷെ എന്തായാലും ഞാൻ ആദ്യമൊക്കെ ചെയ്തെന്ന് ഇവിടുത്തെ മാതിരിയല്ല. ദുബൈ ചെന്നപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ മാതിരി ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. എല്ലാ ജോലിയും ചെയ്യണം. തൂത്തുവാരണം എല്ലാ പരിപാടിയും ചെയ്ത് അതുകൊണ്ട് നമ്മളെന്താ ഒരുപാട് പഠിച്ചു എല്ലാ കാര്യങ്ങളും. ആ ബേസ് തുടങ്ങുന്ന ആ ഒരു ട്രെയിനിങ് നമ്മൾ രാവിലെ കട പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പക്ഷെ നമ്മളവിടെ ചെയ്ത എന്താ ട്രേഡിങ് അതുകൊണ്ട് ഒരു പുതിയൊരു കലയോടെ പഠിച്ചു. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ സാധനം വിൽക്കാനും വാങ്ങാനും സ്പെയർ പാർട്സിന്റെ കാര്യങ്ങൾ എല്ലാം. പിന്നെ ആദ്യം സ്പെയർ പാർട്സ് മോർ ദാൻ ഏതാണ്ട് 40,000-40,000 നമ്പേഴ്സൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബൈ ഹാർട്ടായിട്ട് പല കാര്യങ്ങളും അറിയാം. ഇപ്പം ചിലപ്പോൾ കുറച്ച് വലിയ ടച്ച് ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ എന്നാലും അത്യാവശ്യ കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ അത് പഠിച്ചു ഒരേ സമയത്ത്. കമ്പ്യൂട്ടറിന്റെ എൻ്റെ ആ അനന്ത സാധ്യത അത് യൂസ് ചെയ്തു. പിന്നെ ചെന്നിട്ട് ഞാൻ 3-ാമത്തെ മാസമായപ്പോഴത്തേക്ക് ഞാൻ പുതിയ ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു. അന്നപ്പോൾ നമുക്ക് അന്നേരം ഈ PC ടൂൾസ് സൈഡ് കിക്ക് അങ്ങനെ കുറേ സോഫ്റ്റ്വെയർ ഉണ്ട്. നമുക്ക് അതിൻ്റെ കമാൻഡൊക്കെ മാറ്റാം. ഇപ്പം യുണിക്സിനകത്ത് ക്ലിയർ എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രീൻ ക്ലിയർ ആകും പണ്ട്. അതേമാതിരി കമാൻഡ് പ്രോംപ്റ്റ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നേ ഉള്ളൂ. അപ്പം ഇത് നമ്മുടെ വിൻഡോസിനകത്ത് അല്ലെന്നേലും ഡിസ്ക് ഓപ്പറേറ്റിംഗ് ഡോസിനകത്ത് പോയി കഴിഞ്ഞാൽ CLS എന്നടിക്കണം. നമ്മളിപ്പോൾ RAJ എന്ന് പറഞ്ഞാൽ രാജ എന്നടിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആകും. അപ്പോൾ അങ്ങനെ നമുക്ക് കമാൻഡൊക്കെ മാറ്റാനുള്ള എങ്ങനെ നോക്കാം. നമുക്ക് ഒരുപാട് ടൂൾസും കാര്യങ്ങളും അവൈലബിൾ ആയിരുന്നു. അന്നും ഇന്നും ഉണ്ട്. ഇവൻ നമ്മുടെ എന്താ പറയുക നമ്മുടെ അടുത്തുള്ള വീടുകളിലെ വൈഫൈ ഒക്കെ പാസ്വേഡ് വരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സോഫ്റ്റ്വെയർ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം ഇത് ചൈനീസ് സോഫ്റ്റ്വെയറാണ്. അങ്ങനെ എല്ലാത്തിനും ഓപ്ഷൻസ് ഉണ്ട്. ചൈനക്കാർ വേന്ദ്രന്മാരെ കേട്ടോ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് പറഞ്ഞാൽ എന്നിട്ട് അതേമാതിരി ഇതിന് പോകുന്നതിന് മുമ്പ് ഞാൻ പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് രജനീഷിൻ്റെ ആശ്രമത്തിൽ പോയിരുന്നു. അപ്പം അതും കൂട്ടത്തിൽ പറയാം. കാരണം ഇതെല്ലാം കുറച്ചെന്തോ റിലേഷനുണ്ട്. അതുകൊണ്ടാണ് കണക്റ്റായിട്ട് പറയുന്നത്. അപ്പം എന്നിട്ട് ദുബൈ പോയിട്ട് കാര്യങ്ങൾ അവിടെ നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു 5 ഷോപ്പുണ്ടായിരുന്നു ആദ്യം. അത് 10-20 ഷോപ്പായിട്ട് വളർത്തിയെടുക്കുമ്പോഴെല്ലാം നമ്മുടെ ഇതുണ്ടാവും. കാരണം 5 ഷോപ്പ് കഴിഞ്ഞ് 6ാമത്തെ ഷോപ്പ് ഉണ്ടാക്കണമെന്ന് വരിയിൽ ഇത് പറ്റത്തില്ല. മീൻസ് ഈ സോഫ്റ്റ്വെയർ കൊണ്ട് നടക്കത്തില്ല. കാരണം അത് മൊത്തം പറ്റണം. അപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരുന്ന ആളങ്ങ് പോയി. യൂസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയാം. അപ്പോൾ പോയപ്പോൾ ഇത് ആരും നോക്കാൻ ആരുമില്ല. പിന്നെ എനിക്ക് ഇതെല്ലാം അറിയാം. അപ്പം ഞാൻ അവിടെ പഠിച്ചു. അതിനിടയ്ക്ക് പിന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നെറ്റ്വർക്ക് കാര്യങ്ങളെല്ലാം അതിന് മുമ്പ് തന്നെ പഠിച്ചിരുന്നു ദുബൈയിൽ നിന്ന്. അപ്പോൾ എല്ലാ A to Z. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പം ഞാനത് നോക്കിയിട്ട് അത് ഇപ്പോൾ 5 ഷോപ്പുള്ള നേരം എന്ന് പറഞ്ഞാൽ ഞാനത് നോക്കിയിട്ടൊരു ഇപ്പോൾ മാറ്റാന്നത്ര ഈസി അല്ല. അതൊരു 15 ഷോപ്പിൻ്റെ ഒരു ഇതായിട്ട് ഞാൻ ആക്കിയിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ഒരു ഡേറ്റ എടുത്തിട്ട് മൊത്തവും മൈഗ്രേറ്റ് ചെയ്ത് ഇത്രയും ഡേറ്റാബേസ് മൊത്തം മാറ്റണമെന്ന് വെച്ചിട്ട് ഈസി അല്ല. ഞാൻ പിന്നെ അവിടെ സംസാരിച്ച് നമ്മുടെ ബോസിനോട് സംസാരിച്ചു. അവരെനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നു. കാരണം ഞാൻ പറഞ്ഞു ഞാൻ ഇതെല്ലാം മാറ്റിത്തരാം. അതേമാതിരി കമ്പ്യൂട്ടർ ബില്ലിംഗ് ഇല്ല, ഒന്നുമില്ല. ഞാൻ നമ്മളെന്ന് പറഞ്ഞാൽ എന്താ വെറും കുറച്ച് ഫയലും കാര്യങ്ങളുണ്ട്. 1 ഇയർ എനിക്ക് ഹെൽപ്പിന് ഒരാളെ വേണമെന്ന് പറഞ്ഞു. ഒരാളെ ഹെൽപ്പിനും തന്നു. 1 ഇയർ കൊണ്ട് എടുത്തിട്ട് ഈ കംപ്ലീറ്റ് ചെയ്യാൻ സോഫ്റ്റ്വെയർ മാറ്റി അതിൻ്റെ കംപ്ലീറ്റ് ഈ ഇതെല്ലാം പാർട്സിൻ്റെ എല്ലാം ഓരോ സ്പെയർ പാർട്സിൻ്റെ നമ്പരും കാര്യങ്ങളും എല്ലാം മാനുവലി ഉള്ള എല്ലാം നോക്കി എഴുതി ബാക്കിയുള്ള എല്ലാം ആക്കിയിട്ട് കമ്പ്യൂട്ടറിനകത്താക്കി പിന്നെ കഴിഞ്ഞു. പിന്നെ സ്റ്റോക്ക് എടുത്തു. അപ്പം നമ്മൾ രാത്രി 12 മണി വരെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഇത് ഇങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്യൂച്ചർ കാണത്തില്ല. എല്ലാവരും 12 മണി ഇതാക്കിയിട്ട് പട്ടിണി ഞാൻ ചിലപ്പോൾ ചെല്ലുമ്പം നമുക്ക് ഫുഡ് കിട്ടത്തില്ല. പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 9 മണിയല്ലേ എത്ര ആയാലും ഒരു ട്രേഡിംഗ് സ്ഥാപനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു പ്രൊഫഷണലിസം വരത്തില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യുക. അപ്പോൾ ആ ഒരു ഔബോഡിക്കൽ അടയ്ക്കണമെന്നുള്ള രീതിയിൽ പറഞ്ഞ് അവർ ആ ഒരു രീതിയിൽ ഞാനും കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് 1 ഇയർ കൊണ്ട് അവരെല്ലാം സോഫ്റ്റ്വെയറെല്ലാം ചേഞ്ച് ചെയ്തെടുത്തിട്ട് എല്ലാം ആക്കി. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒന്ന് Y2K ഇയർ 2000 എന്ന് വെച്ചു. ഇയർ 2000 എന്ന് പറഞ്ഞാൽ പണ്ട് തന്നെ വലിയ ഒരു മാർക്ക് മൈക്രോസോഫ്റ്റ് പറ്റിയ ഏറ്റവും വലിയ അമളിയാണ്. എന്താണെന്നറിയാമോ?
സെഞ്ചുറി സെറ്റിങ്ങിൽ. അപ്പൊ ഞാൻ പണ്ട് ഈ ഇതിനകത്തുണ്ട് നമ്മുടെ ഫോക്സ്പ്രോ എന്ന് പറയുന്നവര്, അതിനകത്ത് നോക്കുമ്പോൾ സെഞ്ചുറി സെറ്റിംഗ്. അപ്പൊ ഇതിനകത്ത് സെഞ്ചുറി സെറ്റിംഗ് പോലെ ഇത്ര വലിയ മണ്ടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മുഴുക്കന്മാർക്ക് മണ്ടത്തരം പറ്റുന്നതാണ്. അതായത് 2 ഡിജിറ്റേ ഉള്ളൂ, 4 ഡിജിറ്റ് വേണമെന്ന് 2 ഡിജിറ്റേ ഉള്ളൂ. അപ്പൊ അതെന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ബഗ് ഫിക്സിങ്, അതേ സെർവർ ഫിക്സിങ് എല്ലാം ഞാൻ തന്നെ നമ്മുടെ ചെയ്തിട്ട് ഇതിനകത്ത് ഞാൻ മാനുവൽ കലണ്ടർ അവിടെ ക്രിയേറ്റ് ചെയ്ത്. അപ്പൊ അതെന്തോ എനിക്കൊരു ബേസിക് ഐഡിയ ഉണ്ട്. എനിക്ക് ടൈം ബോംബ് എന്നൊരു ടെക്നോളജി ഉണ്ട്. അത് ഇഫ് ദ സിസ്റ്റം ഡേറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഇന്ന ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ പ്രോഗ്രാം റൺ ആകത്തില്ല. അത് വെറും സിമ്പിൾ അല്ലെന്ന് ഒരു സിസ്റ്റം ക്രാഷ് ചെയ്യുക, അതാ ടൈം ബോംബ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ സെയിം സംഭവം ഞാൻ എന്റെ ഡേറ്റ് എല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ ഈ സിസ്റ്റത്തിനകത്തുനിന്ന് ഈ സിസ്റ്റത്തുമായിട്ടുള്ള കണക്ഷൻ മൊത്തം കട്ട് ചെയ്തു. അപ്പൊ എന്നെ ചലഞ്ച് ചെയ്യാൻ ഒരുപാട് ഒരു 10-30 കമ്പനി കൂടുതൽ ആൾക്കാർ വന്നിട്ട് ചലഞ്ച് ചെയ്യുന്നവർക്ക് US പോവുക. എന്റെ ബാക്ക്ഗ്രൗണ്ട്, എന്റെ പൊട്ടൻഷ്യൽ, എന്റെ ഞാൻ ആരാന്ന് എനിക്കറിയാം. അപ്പം നേരെ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ഞാൻ ഈ സിസ്റ്റം ഓടിക്കുന്നതാണ്. വൈറ്റൊക്കെ വന്നു. അപ്പോഴത്തേന് ഇയർ 2000 ഫ്ലൈറ്റ് തിരിഞ്ഞു പറക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, സിഗ്നലെല്ലാം വന്നു. നോക്കുമ്പോൾ ധൈര്യമെല്ലാം നേരത്തെ പോലീസ് വരെ രാവിലെ. അപ്പൊ എന്തുവാ എല്ലാരെയും പേടിപ്പിച്ച് വെച്ചാൽ സോഫ്റ്റ്വെയർ കൂണ് പോലെ ഒന്ന് മുളച്ച് പൊങ്ങി. അത് കഴിഞ്ഞ് അതേമാതിരി പോവുകയും ചെയ്തു. അപ്പൊ എന്തായാലും എല്ലാം ഒരു സംഭവമാണ്. അപ്പൊ ഇങ്ങനെ അങ്ങനത്തെ ഒരു ജീവിതം അങ്ങനെ. അപ്പൊ ഒരു 100 കൂടുതൽ കമ്പ്യൂട്ടർ ഞാൻ നിന്നിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ അസംബിൾ ചെയ്തു. പിന്നെ ഇതെല്ലാം വാങ്ങിച്ചെടുക്കാനും പഠിക്കാനുള്ള ഒരു ചാൻസ്. പിന്നെ നെറ്റ്വർക്കിന്റെ പിന്നെ യുണിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. യുണിക്സ് പ്ലാറ്റ്ഫോം വെരി ഈസി ആയിട്ട്. ഇന്ത്യൻ റെയിൽവേയുടെ ഒക്കെ നേരത്തെ എല്ലാം യുണിക്സ് ആയിരുന്നു യൂസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അത് തന്നെ ആയിരിക്കണം. ഈവൻ TCP/IP എന്ന് പറഞ്ഞാൽ എന്തിനാ നമ്മുടെ ഇന്റർനെറ്റിന്റെ ബാക്ക് എൻഡ് പോലും യുണിക്സ്. കാരണം ഇത്ര എപ്പോഴും ഈ ഹാർഡ്വെയർ ഒന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ഹാർഡ്വെയർ എപ്പോഴും സൈസ് കുറഞ്ഞു വരുക, വലിയ സൈസ് കുറഞ്ഞു വരുക. കാരണം IC ടെക്നോളജി ചിപ്പും കാര്യങ്ങളും ഇപ്പൊ അതിന്റെ വേൾഡിൽ ഏറ്റവും നമ്പർ 1 തൈവാനാണ്. വേൾഡിന്റെ നോളജ് 80% ഒരു തൈവാൻ. ഇപ്പൊ ചൈനയൊക്കെ തന്നെ അതിന്റെ വേൾഡിലാണ് കാണുന്നത്. അപ്പം തൈവാനൊക്കെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്, എൻ്റെ ഒത്തിരി ഫ്രണ്ട്സും എല്ലാം ഉണ്ട്. അപ്പം അവിടെയൊക്കെ ഹിസ്റ്ററി ഉള്ളതാണ്. അപ്പം ഇതാണ്. അപ്പൊ അതുകൊണ്ട് സൈസ് കുറഞ്ഞു വരുവാണ്. അതേ സമയത്ത് ഈ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. അത് എത്ര പിക്ചറും കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ട് അതിന്റെ കപ്പാസിറ്റി കൂടി വരും. അപ്പൊ ആ സിസ്റ്റം അത്രയും സ്ലോ ആവുക. എത്രയും ഡേറ്റ ഉണ്ട് ഇത് അത്ര അനുസരിച്ച് ഇത് കപ്പാസിറ്റി കുറയുക. അപ്പോൾ നമുക്ക് ഹാർഡ്വെയറിന്റെ പവർ എപ്പോഴും കൂട്ടിയിരിക്കും. സോഫ്റ്റ്വെയറിന്റെ ഓട്ടോമാറ്റിക്കലി കുറയുമ്പോൾ അതിന് അത്ര കപ്പാസിറ്റി ഉള്ള കൂടുതൽ വേണമല്ലോ. അപ്പം ഞാൻ എന്താ ഇപ്പൊ പറയുന്നത്, ഞാൻ ദുബൈ ചെന്നപ്പോൾ ആദ്യം എന്നെല്ലാം പറഞ്ഞില്ല കമ്പ്യൂട്ടർ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് 1X CD ഇറങ്ങിയപ്പോൾ അത് മുതൽ ഞാൻ വാങ്ങിച്ചു. 1X 2X 3X ഇല്ല, 1X കഴിഞ്ഞാൽ 2X 4X 8X 12 അങ്ങനെ ആ ഒരു രീതിയിൽ 24X അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. അത് കഴിഞ്ഞ് 32 അങ്ങനെ കണ്ട് വന്നെന്ന് തോന്നുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് മൾട്ടി എന്ന് എല്ലാ ഒരു ഓപ്ഷൻ അത് 54X വരെ വന്നെന്ന് തോന്നി. അപ്പൊ വന്നിട്ട് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ മൾട്ടി എല്ലാം കൂടെ പിന്നെ സീരിയൽ റൈറ്റ് ചെയ്യുന്നത് എല്ലാം ഞാൻ യൂസ് ചെയ്യുവാണ്. പിന്നെ ഇന്റർനെറ്റ് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ഫാക്സ് മോഡൊക്കെ ആ ഒരു സമയത്തൊക്കെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതെല്ലാം നമ്മൾ വാങ്ങിക്കുക. കാരണം എൻ്റെ ഒരു പാഷൻ, ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇതെല്ലാം വാങ്ങിക്കുക, സോഫ്റ്റ്വെയർ ഇതെല്ലാം തന്നെ അത് ഓരോ പരീക്ഷണങ്ങൾ ചെയ്യും. ഒരേ സമയത്ത് നമ്മൾ ഈ ട്രെയിനിങ് ഇവരുടെ സംഭവം വേണമെന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്യുക, കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഈ കാര്യങ്ങളെല്ലാം ഒരേ സമയത്ത്. കാരണം അത്ര ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ പിന്നെ അന്ന് നമ്മൾ ഈ പല ഷോപ്പ് ഈ പല 10-12 ഈ ഷോപ്പ് എല്ലാം കണക്ട് ചെയ്യുന്നത് നമ്മളെന്താ ഈ നോർമൽ ടെലിഫോൺ ലൈനൊക്കെ അല്ല. അന്ന് ഈ ലീസ്റ്റ് ലൈനൊന്നും വന്നിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ലീസ്റ്റ് ലൈനായാലും അതിന് ചാർജ് കൂടുതലാണ്. 2000-3000 തരാം ഒരു ലീസ് ലൈനിന് കൊടുക്കണം. മറ്റേന്ന് ഡയലപ്പ് നമ്മുടെ ഈ ഡം ടെർമിനൽ വരുന്നുണ്ട്, തൈവാന്റെ സാധനം വരുന്നുണ്ട്. ഡം ടെർമിനൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടെർമിനൽ, PC മാതിരി ഒരു സ്ക്രീൻ മാത്രം കാണും. അപ്പൊ അതിനകത്ത് ഒരു കീബോർഡും. അപ്പൊ അതിട്ടിട്ട് നമ്മുടെ ഒരു എക്സ്റ്റേണൽ മോഡൽ വെക്കും. എന്നിട്ട് കണക്ട് ചെയ്തിട്ട് പോയിട്ട് അടുത്ത മോഡലായിട്ട് കണക്ട് ചെയ്ത് ഡേറ്റ പാസ് ചെയ്യും. അപ്പം സെർവറിലോട്ടാണ്, ഇതുമായിട്ട് ഒരു ബന്ധമില്ല. സെർവറിലെല്ലാം ഡേറ്റ നമ്മൾ ക്ലോസ് ചെയ്താൽ കഴിഞ്ഞു. അപ്പം ഇതെല്ലാം ഞാൻ തന്നെ നോക്കിക്കൊണ്ടിട്ട് ഓട്ടോമാറ്റിക്കപ്പോൾ കാര്യങ്ങളെല്ലാം കൊടുത്ത് പിന്നെ കേബിൾ ഇത് ടങ്ങിങ്ങോ അല്ലെങ്കിൽ RJ45 കണക്ടർ ഉപയോഗിച്ച് എടുക്കുക. എല്ലാം നോക്കി ഇതെല്ലാം എനിക്ക് ഇതൊക്കെ എല്ലാം A to Z എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്കറിയാം. പിന്നെ നമ്മൾ ആ ഒരു ഫീൽഡുമായിട്ട് ഇപ്പൊ ഇച്ചിരി ബന്ധം വിട്ട് അത് തന്നെ ഓരോ ടൈമിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഠിച്ച കാര്യം തന്നെ പഠിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പൊ ഞാനായാലും ഓക്കെ ഇപ്പൊ ഐഫോൺ ഇറങ്ങിയപ്പോലും ആദ്യം 1 ഇറങ്ങി. ഐഫോൺ 1 മുതൽ അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ ഐഫോണാണ് യൂസ് ചെയ്യുന്നത്. 1, 2 പിന്നെ 4, 5 ഇപ്പോഴും 5 ഒക്കെ 4, 5 1 ആർക്ക് കൊടുത്തു 1, 1, 2 ഒക്കെ ചുമ്മാ കൊടുത്തു. മറ്റേ എപ്പോഴും ചിലപ്പോൾ ഇവിടെ ഒക്കെ കാണും.
അങ്ങനെയല്ല പറയാൻ, നമ്മൾ ഓരോന്നും എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിന്റെ ഈ പറഞ്ഞ ഞാൻ പറയാം, ഈ TCP/IP ബായ്ക്കൻ്റെ എല്ലാം ഈ യൂണിക്സ് ആ ഒരു സംഭവം. എന്റെ ഇപ്പോൾ ഒറിജിനൽ നോക്കിക്കഴിഞ്ഞാൽ വിൻഡോസ് 92, 95, 98, വിൻഡോസ് മില്ലേനിയം, എന്താ പറയുന്നത് ഇതിന്റെ സെർവർ 2006, 16 എല്ലാ ഒറിജിനൽ CD ഉൾപ്പെടെ ഇന്നും പല കാര്യങ്ങളും എൻ്റെ കയ്യിൽ പോകണം. അപ്പോൾ പിന്നെ ഓക്കെ, ഇതെല്ലാം കൊള്ള ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് നമ്മളെന്താ ഞാൻ ആദ്യം 12 വർഷം ഒരു കമ്പനി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എൻ്റെ കൺസെപ്റ്റ് എന്നുള്ള സ്റ്റിക്ക് ടു ദ കമ്പനി ആൻഡ് ഗ്രോ വിത്ത് ദ കമ്പനി. ഇന്നത്തെ ജനറേഷന്റെ വീഴ്ചയാണ് പലരും അത് ചെയ്യുന്നില്ല. സ്റ്റിക്ക് ടു ദ കമ്പനി ആൻഡ് ഗ്രോ വിത്ത് ദ കമ്പനി അഗൈൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പനിയോട് ഒട്ടിച്ചേർന്ന് നിന്ന് അതിന്റെ ഉയർച്ചയിൽ നമ്മളെ ഭാഗമായിട്ട് നമ്മളും അതിന്റെ കൂടെ ഉയരുക. അതാണ് ബേസിക് തിയറി ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ചെയ്താലേ നമുക്ക് ഉയർച്ചയുള്ളൂ. അല്ല ഇവിടെ എന്താ പറയാ, ചാടിച്ച് 10 കമ്പനി ജോലി ചെയ്തു, അങ്ങനത്തെ ഒരു നേച്ചാണ്. പക്ഷേ ഞാൻ ലാസ്റ്റ് മൊമെന്റ് വരെ ആ കമ്പനിയുടെ ഉയർച്ചയ്ക്കും അന്ന് അത്രയും നാളും ചെയ്തപ്പോഴെല്ലാം ആ കമ്പനിയുടെ ഓരോ ഗ്രോത്തിനും എല്ലാം ഞാൻ കൂടെ നിന്നു. അപ്പം അതെന്റെ ആ ഗുഡ് വില്ലായിട്ട് ഇന്നും ഞാൻ കണക്കാക്കുന്നത്. കാരണം നമ്മുടെ ഒരു ലാസ്റ്റ് മൊമെന്റ് വരെ അവിടെ നിന്ന് കുറെ തൊഴിലാളികളും കാര്യങ്ങളും ഉണ്ടാവും, അവർക്ക് നാളെ ഒരു പ്രോബ്ലം വരില്ല. അപ്പം അങ്ങനെയാണ് ഇടയ്ക്ക് കമ്പനി അവർ സ്പ്ലിറ്റായി, അതൊക്കെ വേറെ സ്റ്റോറി. എന്നാലും ഞാൻ പറയാത് അങ്ങനെ പോയിട്ട് പിന്നെ നമ്മൾ അൾട്ടിമേറ്റ് ഓട്ടോ സ്പെയർ പാർട്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. അൾട്ടിമേറ്റ് ഓട്ടോ സ്പെയർ പാർട്സ് രാജു എന്ന് പറഞ്ഞ പുള്ളിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാനും പുള്ളിയോട് കൂടി ജോയിൻ ചെയ്യുമായിരുന്നു പാർട്ണറായിട്ട്. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ പോയി. നമ്മളൊരു ചെറിയൊരു ഇതെന്ന് പറഞ്ഞാൽ ഒരു 10-12 മില്യൺ 10 മില്യൺ ഉള്ള ഒരു കമ്പനി ഒരു 40-45 മില്യൺ ടേൺ ഓവർ ഉള്ള ഒരു ഇതായിട്ട് സ്പെയർ പാർട്സ് മാത്രം വളർത്തി ഒരു 7 ഷോപ്പ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഓട്ടോ സ്പെയർ പാർട്സ്, അൾട്രാ ഓട്ടോ സ്പെയർ പാർട്സ്, അങ്ങനെ പലത്. പിന്നെ ഖത്തറിൽ നമ്മുടെ ബ്രാഞ്ച്. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ പോയി. അതിനിടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ അറബ് വസന്തം എന്ന് പറയുന്നത്, ഇതിനിടയ്ക്ക് അറബ് വസന്തത്തിന്റെ തൊട്ട് മുമ്പ്, അതിന് മുമ്പ് എന്ന് പറയുക ഈ സ്പെയർ പാർട്സ് കഴിഞ്ഞിട്ട് ഞാൻ വേറെ നമ്മുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇന്റീരിയർ ഫിറ്റ് ഔട്ട്, ടോഫിറ്റ് ഇന്റീരിയർ ഡെക്കറേഷൻ, റസാൻ ഫർണിച്ചർ മാനുഫാക്ചറിങ്, അല്ലെന്നേരിയിൽ ബെല്ല ഇത്, പിന്നെ എന്താ പറയുന്നത് ടോപ്പ് കോട്ട് ജനറേറ്ററിങ്, പിന്നെ ടോട്ടോസ്കോപ്പ് എസ്കലേറ്റർ ആൻഡ് എലിവേറ്റർ കോൺട്രാക്ടിങ് LLC. അങ്ങനെ കൈവെക്കാത്ത മേഖലകൾ അത്യാവശ്യം ഒരു 10-12 ട്രേഡ് ലൈസൻസും കാര്യങ്ങളെല്ലാം പേരിലെടുത്ത് അങ്ങനെ നോക്കി. ഇതെല്ലാം ലൈഫിലെല്ലാം ഒരു ടേണിംഗ് പോയിന്റ് ആണെന്ന് വിചാരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സ്റ്റോറി ഏറ്റവും വലിയ നമുക്കൊരു നമ്മുടെ ഞാൻ ഇന്നും വിചാരിക്കുന്നത് ഗെറ്റിംഗ് എ ഗുഡ് വൈഫ് എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് എ ഗുഡ് പാർട്ട്ണർ. അപ്പോൾ പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്തതിനകത്ത് മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ പല പാളിച്ചകൾ. കാരണം ഞാനെന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യത്തിൽ എൻ്റെ സമ്പാദ്യം എല്ലാം വിട്ട് എൻ്റെ 26 വർഷത്തെ ജീവിതം എല്ലാം വേണ്ടാന്ന് വെച്ചാൽ എൻ്റെ കോടാനുകോടി മില്യൺസ് വരുന്ന സമ്പാദ്യം. കാരണം നമ്മളെ ആ ഈ ടോപ്പിറ്റ് ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, നമ്മൾ ഇത് എന്താ പറയുന്നത് ഈ ദുബായ് മാളെന്ന വേൾഡിൽ ഏറ്റവും വലിയ മാളാണ്. ഇവരുടെ പ്രൊജക്ട് ഉൾപ്പെടെ അങ്ങനെ ഏറ്റവും വലിയ ആദ്യം എസ്കലേറ്റർ കോൺട്രാക്ടിങ്ങിന്റെ ഫസ്റ്റ് പ്രൊജക്ട് തന്നെ ഏതാണ്ട് 6 മില്യന്റെ അങ്ങനെ ഒരുപാട് വലിയ വലിയ പ്രൊജക്ടുകളെല്ലാം ചെയ്തെടുത്ത്. പക്ഷേ നമ്മുടെ കൂടെ ഞാൻ പറയുന്ന ഈ തലമുറ നിർണ്ണയിക്കാന്നുള്ള ഒരു സംഭവമുണ്ട്. ഈ പാർട്ട്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും അന്ന് ഇത്ര ഡീപ്പായിട്ടായിരിക്കും. ഇപ്പം ഞാനിപ്പോൾ MDRയുടെ ഇതിലോട്ട് വരുന്നുണ്ട്. MDRയൊക്കെ അറിയാവുന്ന വരിയിൽ എനിക്ക് ഇങ്ങനെയുള്ള മിസ്റ്റേക്ക് അന്ന് പറ്റത്തില്ലായിരുന്നു. കാരണം ഈ പാർട്ട്നേഴ്സിനും കാര്യങ്ങളെ ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കാര്യങ്ങളെ നല്ല രീതിയിൽ പഠിക്കണം. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടി കിടക്കുന്ന തവളയുടെ സ്വഭാവം കാണിക്കുന്ന ചില ആൾക്കാരുണ്ട്. അത് ഞാൻ വ്യക്തിപരമായിട്ട് ആരെയും പേരെടുത്ത് പറയുന്നില്ല. എന്നാലും എന്തോ കുറച്ച് എന്തെങ്കിലും വന്ന വഴി അല്ല വന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് ചിന്തിക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേന് എന്തോ കിട്ടി കഴിയുമ്പോൾ ഞാൻ ആനയാണ്, അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യണം, അല്ലെ ടീം വർക്ക് എന്താണ്. ഇപ്പോൾ ഒരു ഫുട്ബോൾ ഇന്ത്യ ഇന്ന് പോലും ഫിഫയിൽ എത്തിയിട്ടില്ല. എന്തുകൊണ്ട് ഫിഫയിൽ എത്തിയില്ല? ഫിഫയിൽ എത്തിയത് തന്നെ ഇത് തന്നെ പ്രൊഫഷണലിസം ഇല്ല. ഒരു ബോള് ഫ്രണ്ടിൽ കൊണ്ട് ഗോൾ അടിക്കാന്ന് പറഞ്ഞാൽ ബോൾ പാസ് ചെയ്ത് പോകണം. പാസ് ചെയ്യാന്ന് എന്ത് ചെയ്യണം? ഇത് ഒരാൾക്ക് ഷെയർ ചെയ്ത് ബോൾ കൊണ്ടുപോയാലും അടിക്കാൻ പറ്റുള്ളൂ. ഇത്ര കോടാനുകൂടി ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ എന്നാണ് പ്രൊഫഷണലിസം ഇല്ലായ്മ. അതുകൊണ്ടൊരു ഫിഫയുടെ ഇതുപോലും എടുക്കാനോ അല്ലെന്നതിൽ ചിലർക്കൊരു യൂറോപ്പിലാണെങ്കിലും ഇവിടെ കപ്പാസിറ്റിയുള്ള പല ആൾക്കാരും കളിക്കാനുള്ള പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ അത് അവർക്കൊരു എൻട്രി പോലും കിട്ടുന്നില്ല. ഈ ബിസിനസ് പരമായിട്ട് ഒരുപാട് രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. നിരവധി പ്രാവശ്യം പല രാജ്യങ്ങളിൽ ഇങ്ങനെ പോകേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം ഫാമിലിയെ കൊണ്ട് മുമ്പ് കുറെ രാജ്യങ്ങളെല്ലാം കൊണ്ട് കറക്കി ജീവിതം എല്ലാം ഒരു നല്ല ഇതാണ്. എന്ന് പറഞ്ഞാൽ 28ാമത്തെ വയസ്സിൽ ഞാൻ ഗൺ ലൈസൻസ് ഉള്ളത് 28ാമത്തെ വയസ്സിൽ. കാരണം ഇതെല്ലാം ജീവിതത്തിലെ ആഗ്രഹങ്ങളായിരുന്നു. എല്ലാം നേടണമെന്നുള്ള ഒരു 6 മുമ്പിൽ തോക്കേണ്ട കാര്യമല്ല. ആരും എന്നെ പേടിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഷൂട്ടർ സൈറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്യുമെന്നാണ് ചെയ്തിരിക്കുക. അങ്ങനത്തെ ഒരു സ്വഭാവം. കാരണം എന്നെ പേടിപ്പിക്കാൻ ഇങ്ങോട്ട് വന്ന
അത്രേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് ഇന്ന് വരെ ഒരു പോലീസ് കേസിലോ ഒരു കാര്യത്തിന് പോയിട്ട് കൊടുത്തിട്ടില്ല. അപ്പം 32ാമത്തെ വയസ്സായപ്പോൾ 31 വയസ്സായപ്പോഴത്തേന് പാത്ത് ഫൈൻഡറെ, പിന്നെ 34-35 വയസ്സായപ്പോഴത്തേന് ബ്രാൻഡ് ന്യൂ ലാൻഡ് ക്രൂസർ, GL 450 മെർസിഡീസ്, അങ്ങനെ എല്ലാ ഹയർ എൻഡ് വണ്ടികൾ ഓടിച്ച് ജീവിതത്തിൽ ഏറ്റവും എല്ലാ രാജകീയമായിട്ടുള്ള സൗഭാഗ്യങ്ങളറിഞ്ഞു വന്ന് ഞാൻ ജീവിച്ച ഇന്നൊക്കെ ഒരു ബസ്സിൽ പോലും ഉണ്ടല്ലോ ഞാൻ കയറി പോയിട്ട് എൻ്റെ ലൈഫിൽ ദുബൈയിൽ ഒരു പ്രാവശ്യം ഒരു ബസ്സിൽ കയറിയത്. അങ്ങനെ ഇപ്പോൾ മൊത്തം എന്ന് പറഞ്ഞാൽ 30 ദിവസം ഫ്ലൈറ്റിൽ തന്നെ പോകേണ്ടൊക്കെ ഒരു ലൈഫായിരുന്നു. പിന്നെ അപ്പോൾ അത് പറഞ്ഞു വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പം ഇനി ശിവനാടി ജ്യോതിഷത്തിൻ്റെ കാര്യം ഉൾപ്പെടെ പറയേണ്ടി വരും. അപ്പം നമുക്ക് ഒരു മാസം എനിക്ക് പൈസ കിട്ടുകയെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് എൻ്റെ എല്ലാം റെൻ്റൽ മറ്റു കാര്യങ്ങൾ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് 1 ലക്ഷം തരാം. 1 ലക്ഷം തരാം എത്രയായി നിങ്ങൾ ഇന്ന് കണക്ക് കൂട്ടിക്കോ. അപ്പം ഞാനിതെല്ലാം ഒരുപാട് റീഇൻവെസ്റ്റ്, ഇത്രയും വർഷം കിട്ടി ഒരുപാട് പൈസ എല്ലാം ഞാൻ ഒത്തിരി ദുബൈ തന്നെ റീഇൻവെസ്റ്റ് ചെയ്തു. നാട്ടിൽ കുറച്ച് ചെയ്തില്ലെന്നല്ല, പക്ഷേ അതിൻ്റെ എൻ്റെ സമ്പാദ്യം മൊത്തം അവിടാണ്. അപ്പം ഇത് പറയാൻ കാരണം ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഒരു നിമിത്തമായിരിക്കാം. അറബ് വസന്തം എന്ന് പറയും, UAE ക്രൈസിസ് കാര്യങ്ങൾ. കാരണം ഈ അറബ് വസന്തം ചൈനീസിനെ ദുബൈയിലോട്ട് വരാൻ അക്സസ് കൊടുത്ത തന്നെ ദുബൈയുടെ ഒരു വീഴ്ചയാണ്. കാരണം അവിടുത്തെ ഉള്ള നല്ല കസ്റ്റമേഴ്സിനെ എല്ലാം അവിടെ ദുബൈയിലെ ഉള്ള എല്ലാവരും നേരിട്ട് അവിടെ വന്നിട്ട് അമ്മമാരുടെ ഡീറ്റെയിൽസ് ചൈന ഷോപ്പ് വന്ന് അവർ നേരിട്ട് ചൈനയിലോട്ട് പോകാൻ തുടങ്ങി. അത് ആക്ച്വലി അത് കഴിഞ്ഞിട്ട് അറബ് വസന്തം ഈ അറബികളും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരത്തിൽ അടിയും ബഹളവും പ്രശ്നങ്ങളും വന്നിട്ട് ഓരോ രാജ്യത്തിൽ ഭരണം പിടിച്ചെടുക്കണമെന്നുള്ള രീതിയിലായി. അങ്ങനെ പ്രശ്നങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് ഖത്തർ വരെ സപ്പോർട്ട് എടുത്തു. പിന്നെ ഇതും കഴിഞ്ഞ് എന്താ പറയുന്നത്, അപ്പം നമ്മുടെ സ്പെയർ പാർട്സ് എല്ലാം അപ്പോഴും നല്ല രീതിയിലെല്ലാം പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഈ ഒരു സമയത്താണ് നമ്മുടെ ഖത്തറും UAE ആയിട്ടുള്ള ഇഷ്യൂ വന്നപ്പം അവർ മാഫിയാക്കി പൈസ മുടക്കി ടെററിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അങ്ങനെ അപ്പോൾ എന്താ ഒരു 1.5 വർഷത്തോളം കാരണം ഖത്തറിന് വേണ്ടുന്ന എല്ലാ സാധനവും പോയ ദുബൈയിൽ നിന്നാണ്. അപ്പോൾ ഒരു സാധനവും ഇല്ല, കൊണ്ടുപോകുന്നില്ല, അവരെ കഴിക്കാനും കുടിക്കാനും ഒന്നുമില്ല. പിന്നെ ഇന്ത്യയൊക്കെ സപ്പോർട്ട് ചെയ്തേ മണ്ടന്മാർ. ഇപ്പോഴും ഇന്ത്യ വേണമെന്നൊരു കുറ്റം പറയുന്ന ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഇവിടെ വർഗം നോക്കി ചിലപ്പോൾ ഹിന്ദുക്കൾക്ക് തൊഴിൽ കൊടുക്കൽ. ഇവിടെ ജാതി മതമൊന്നുമില്ല. ഇപ്പൊ ദുബൈയുടെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻസിലെ ദുബൈ ഒന്നുമില്ല. കാരണം എല്ലാം അതിനകത്ത് ഒരു ഇന്ത്യയുടെ ബ്രെയിനാണ്. ഇപ്പൊ നിങ്ങൾ സിമ്പിളായിട്ട് ചോദിച്ചാൽ ഇന്ത്യൻ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും ടോപ്പ് ക്ലാസ് ഇരിക്കുന്ന എല്ലാ ഓർഗനൈസേഷൻ ടോപ്പ് ഇരിക്കുന്ന പെപ്സി, കൊക്കോള, ഫേസ്ബുക്ക് എല്ലാ ഇന്ത്യൻസാണ്. ഇന്ത്യൻ എന്നാണ് ഇത് വേൾഡിലെ മോസ്റ്റ് ബ്രെയിൻ എക്സ്പോർട്ടിങ് കൺട്രി എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ പറഞ്ഞതാ. അപ്പൊ നമ്മൾ ഏതായാലും ഞാൻ ഈ ഓരോ നാൾവഴിയിൽ വന്നപ്പോഴെന്നാണ് അതിനകത്ത് എൻ്റെ കൂടെ ഇതിനകത്ത് പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സപ്പോസ് പെയിന്റ് എല്ലാം നേരി ഇതിന്റെ സ്പെയർ പാർട്സ് എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ഈസ് എ ജെന്റിൽമാൻ. ഹി വാസ് എ റൈറ്റ് പാർട്ണർ ഫോർ മീ. അപ്പോൾ അത് സെലക്ഷൻ ചിലയിടത്ത് അത് പാളിപ്പോയി. അപ്പോൾ അവര് വിശ്വാസം ഇല്ലായ്മ അല്ലെന്ന രീതി അവർക്ക് വേറെ ചെയ്യണമെന്നുള്ളതോ അല്ലെന്ന രീതിയിൽ അപ്പം അവരെന്നെ എന്താ പറയുന്നത് വേണ്ടുന്ന രീതിയിലുള്ള ഞാനൊരു അച്ഛൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസേർവ് ചെയ്യാത്ത പല സാധനം കൊടുത്തപ്പോൾ അവർ തിരിച്ചും അത് സപ്പോർട്ട് ചെയ്തില്ല. എന്നെ മെന്റലി ഞാൻ അപ്സെറ്റ് പോയി. ഒരുപാട് പ്രൊജക്ട് ഞാൻ അറിയാതെ മറിച്ചു കൊണ്ട് കൊടുക്കുക. 150 തൊഴിലാളി ഒരു ഡിവിഷനകത്തുള്ള ഞാൻ എങ്ങനെ നമ്മുടെ ഇവരൊക്കെ അടുത്ത കഴിഞ്ഞിട്ട് എങ്ങനെ പ്രശ്നങ്ങൾ എങ്ങനെ തീർക്കുന്നത്. അങ്ങനെ ജീവിതത്തിൽ ഒത്തിരി അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു തീരുമാനം എടുത്തു. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ കോടിക്കണക്കിന് സ്വത്തുക്കളും സമ്പാദ്യങ്ങളും എൻ്റെ എല്ലാം ഒരു ദിവസം ഗൗതമത്തിന്റെ കാര്യം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ പോലെ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ദുബൈയിൽ നിന്ന് നേരെ നാട്ടിൽ വന്നു. എനിക്കൊരു കേസോ കാര്യമോ ഒന്നുമില്ല. ഇത് എൻ്റെ വിസ എല്ലാം ക്യാൻസൽ ചെയ്ത് പാർട്ണറായിട്ടുള്ള വിസ എല്ലാം ക്യാൻസൽ ചെയ്ത് എടുത്ത് നീറ്റ് ആൻഡ് ക്ലീന്. അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ ഒരാളെ ചിലപ്പോൾ അങ്ങനെ ഒരൊറ്റ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് ₹1 ഒരു ലോണോ എടുക്കോ ഒന്നും ചെയ്യാതെ ഞാൻ വന്നത്. എന്ത് വേണം കൊണ്ടുവരണം, പക്ഷെ എനിക്ക് ആ ഒരു പൈസ വേണ്ട. ഇന്ന് നിങ്ങൾ നോക്കിക്കും. അല്ലെങ്കിൽ പോലെ മുത്തൂറ്റ് വരെ ഒരു കാരണവശാൽ നോക്കി ഇവര് മണി ലോണ്ടറിങ് അല്ലെന്നൊരു നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അർഹിക്കാത്ത ആഗ്രഹിക്കോ അല്ലെന്നൊരു മറ്റുള്ളവർ പ്രതീക്ഷിച്ചിട്ട് അവരുടെ ആൾക്കാരുടെ ശാപമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത തലമുറ അതിന്റെ ദുരന്തങ്ങൾ അനുഭവിച്ചു. ഇതൊക്കെ പക്ഷെ കണ്ണിന് മുമ്പിൽ കണ്ട കാര്യങ്ങളാണ്. അപ്പം എന്തായാലും കൊള്ളാം. ഇത് കഴിഞ്ഞപ്പോൾ ഈ അറബ് വസന്തവും ഇങ്ങനെ ഇതെല്ലാം വന്ന് മാർക്കറ്റ് അപ്പം ഖത്തറും UAE ആയിട്ടുള്ള ഇഷ്യൂ വന്നപ്പോഴത്തേന് നമ്മൾ ഒരുപാട് പൈസ അവിടെ ജാമായി. അങ്ങനെ വന്ന് എല്ലാം കൂടെ ഒരു ബാളിലൊക്കെ എന്ന് പറയാം. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ വന്ന് ഇപ്പം ഇതിൻ്റെ കൂടി എല്ലാം കൂടെ 4 പുറകെ കൂടെ പണി എന്ന് പറഞ്ഞാൽ വന്നപ്പോൾ എന്താ ഞാൻ ആ ഒരു ഡിസിഷൻ എടുത്തു. അത്ര ആലോചിച്ചു.
6 മാസത്തോളം ഞാൻ ആലോചിച്ചിട്ടെടുത്ത് തീരുമാനം എല്ലാം വേണ്ട, ഇന്ന് വിൽക്കാൻ നോക്കിക്കഴിഞ്ഞാലോ അന്നേരം ഒരു നമ്മുടെ ടൈം മോശമാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ടൈം മോശം. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ ശിവനാണി ജ്യോതിഷത്തിന്റെ കാര്യം പറയേണ്ടി വരും. അങ്ങനെ പറയുമ്പോൾ ശിവനാണി ജ്യോതിഷം എന്ന് പറഞ്ഞാൽ 29 വയസ്സായി കാണും. അപ്പൊ ശിവനാണി ജ്യോതിഷം എന്ന് പറഞ്ഞ ഒരു താളിയോല എടുത്തു. അപ്പൊ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊഴിലാളി പ്രശ്നം ഉണ്ടാകും. അപ്പൊ തൊഴിലാളി പ്രശ്നം, അപ്പൊ ഇവിടെ നമ്മുടെ സ്ട്രൈക്കാണെന്ന് ഈ ടോഫിറ്റ് ഇന്റീരിയർ ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ അർസാർ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇല്ലേ, അവിടെ സ്ട്രൈക്ക് എന്നുള്ള പ്രൊജക്ട് എല്ലാം മാറ്റി കൊടുത്ത് അവർക്ക് ശമ്പളം കൊടുക്കാനോ ഫ്യൂച്ചറിൽ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷൻ എനിക്ക്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിരുന്നു. ഞാനപ്പം ഞാൻ ഈ 1,00,000 കൂടെ ഇൻകം കിട്ടി രാജാവായിട്ട് ജീവിക്കുന്ന എനിക്കെന്താ ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രയാസം ബുദ്ധിമുട്ട് വരുമെന്ന് വിചാരിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന്. പക്ഷെ അന്ന് പറഞ്ഞാൽ തൊഴിലാളി പ്രശ്നം ഉണ്ടാകാൻ റീലൊക്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ഒരു സമയം കഴിയുമ്പോഴത്തേന് ഇവിടുന്ന് വിട്ട് മാറി നാട്ടിൽ സെറ്റിൽ ആകേണ്ട ഒരു സിറ്റുവേഷൻ വരുമെന്ന്. പിന്നെയും ഒരുപാട് കുറച്ച് കഴിഞ്ഞിട്ട് നല്ല ഫ്യൂച്ചർ ഉണ്ടാകുമെന്ന് ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു കുറച്ച് കാലത്തിന് മുമ്പ് ഞാൻ ഇവരുടെ തമിഴ്നാട്ടിൽ ഒരു അമ്പലമാണ്, ഞാൻ ഇപ്പം അവരുടെ പേരൊക്കെ മറന്നുപോയി, അവിടെ പോയിട്ട് ഞാൻ എടുത്തു. അവിടുത്തെ കുറെ ഉടായ്പ പരിപാടിയുണ്ട്. ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ അതിന്റെ, കാരണം അത് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ചുകൊണ്ട് അതും പിന്നെ അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തിയറിയും ഇതും കൂടെ കമ്പാരിസൺ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഇതുകൂടെ പറയുന്നത്. എന്തായാലും കൊള്ളാം. അതിനകത്ത് ആ പറഞ്ഞ കാര്യങ്ങള് സംഭവിക്കേണ്ട സമയമായപ്പോൾ എൻ്റെ ഒരു ഏകദേശം ഒരു സമയമായപ്പോഴത്തേന് ഞാൻ അപ്പോഴത്തേന് പിന്നെ അത് കഴിഞ്ഞ് കോവിഡ് കാര്യങ്ങളൊക്കെ വന്നു, ലോകം നിശ്ചലമായി. എന്തായാലും അതിന് മുമ്പേ ഞാനൊരു കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് അവിടെ അടുത്ത് വന്നു, നാട്ടിൽ വന്നു, കുറച്ചാൾ ടൈം പാസ്സൊക്കെ ചെയ്ത് എടുത്ത്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് യാദൃശ്യമായിട്ട് നമ്മുടെ മിത്രംബായുടെ ഒരു വീഡിയോ കാണാനിടയായി. വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ആരും നോക്കുക, അപ്പോൾ പുള്ളി ചിലപ്പോൾ സ്ട്രീറ്റ് ജ്യോതിഷം ചെയ്യുന്നുണ്ട്. സ്ട്രീറ്റ് ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വഴി നിൽക്കുന്ന ആൾക്കാരോട് പോയിട്ട് കാര്യങ്ങൾ ചോദിച്ച് നിങ്ങൾ എന്താണ്, അല്ല അവരോട് നോക്കിയിട്ടല്ലെന്നൊരു നിങ്ങളുടെ വീട് ഇന്നടത്താണോ, അതിൻ്റെ വീടിനകത്ത് കുളമുണ്ടോ, അതുണ്ടോ, അല്ലെന്നൊരു പുഴയുണ്ടോ, അല്ലെന്നൊരു നിങ്ങളെ അവരെ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി ഇന്നതാണോ, അങ്ങനെയൊക്കെയുള്ള ചോദിക്കുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ ഓർത്ത് എന്ത് സംഭവം, ഇപ്പം എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാനും പിന്നെ പുള്ളിയുടെ കൂടെ പഠിക്കാൻ ചേർന്നു. അപ്പം തിയറി എന്താണെന്ന് ഞാൻ എപ്പോഴും പഠിക്കുന്നുണ്ട്. അപ്പം കാര്യങ്ങൾ ഒരുപാട് ഇപ്പം തന്നെ നമ്മുടെ ഞാൻ ഇപ്പം ചില ഫാമിലിയിൽ ചില ആൾക്കാർ ജനിക്കുന്ന പറഞ്ഞാൽ ചിലർ ദുർമരണം ആ ഫാമിലി പലയിടത്തും ഉണ്ടായിരിക്കും, അവിടെ തന്നെ ജനിക്കുന്നു. അത് അവരുടെ കർമ്മമാണ്. നിങ്ങൾ ചിലപ്പോൾ പുനർജന്മമോ അല്ലെന്നൊരു അല്ല അതുണ്ടോ ഇല്ലയോ എന്നുള്ള ഞാൻ എൻ്റെ സബ്ജക്റ്റ് അല്ല. പക്ഷെ എന്നൊരു അങ്ങനെ അവരുടെ ബാക്കിലെ ഒരു കർമ്മത്തിൻ്റെ കൊണ്ടാണ് ഓരോ ആൾക്കാരും ഓരോരുത്തർക്ക് ജനിക്കുന്നതും. അങ്ങനെ ഓരോരുത്തർ അതിൻ്റെ അല്ലെന്നൊരു അടുത്ത ജന്മത്തിൽ ചിലപ്പം ഓരോ രാശി ജനിക്കുമ്പം ആ കർമ്മം നികത്താൻ ചിലർ ജനിക്കുമ്പോൾ ഒക്കെ നിസ്സാരം നിങ്ങൾ ഓർത്തു. ചില വീട്ടിലെ കുട്ടികളായിട്ട് എത്ര ഉണ്ടെങ്കിലോ പേരൻസിനൊരു സപ്പോർട്ട് കാണത്തില്ല. ആ കുട്ടികൾക്ക് ജന്മം ചിലപ്പോൾ ഒരു കണക്കിന് നമ്മൾ ജന്മം കൊടുത്തെന്ന് പറഞ്ഞാൽ വെറുതെ ആയിപ്പോയെന്നുള്ളത് ഒരു തിരിച്ചൊരു നന്ദി സ്നേഹമില്ലാത്ത കുട്ടികൾ. അതൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ വളർത്തുദോഷം എന്ന് പറഞ്ഞിട്ട് മാത്രം പോരാ, നമ്മളെ അനുഭവിക്കാനുള്ള ഒരു അതായിരിക്കും, അല്ലെ നമ്മൾ മുൻജന്മത്തിൽ ചെന്ന് ചെയ്ത കർമ്മത്തിന്റെ ബാക്കിയായിരിക്കും. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞ ഇപ്പം അപ്പോൾ ഇത് ഇങ്ങനെ അക്യുറേറ്റ് ആയിട്ട് അപ്പം ഈ ശിവനാണി ജ്യോതിഷവും മറ്റേതുമായിട്ട് വെച്ച് നോക്കുമ്പം ഒരുപാട് വ്യത്യാസമുണ്ട് ഈ ഒരു സംഭവം തിയറിക്കകത്ത്. അപ്പം ഇപ്പൊ ഒരു കുട്ടി ഒരു എന്ത് പഠിക്കണം, അല്ലെ എന്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സെലക്ട് ചെയ്യണം, അല്ലെ ഒരു കുട്ടിയെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ വെറും സ്റ്റാർ നോക്കിയിട്ട് ചൊവ്വാദോഷം അങ്ങനെ ഇങ്ങനെ നോക്കിയിട്ടല്ല ഇത് പറയുന്നത്. അവരുടേതായിട്ടുള്ള പല കാര്യങ്ങൾ നോക്കിയെടുത്തിട്ട് അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ദോഷമാണോ അല്ലെന്ന് ഈ കുട്ടി ഇന്നതാണെന്നൊരു ഇന്ന പ്രശ്നം. അതേമാതിരി നമ്മുടെ ഫാമിലിയിൽ ഒക്കെ ചന്ദ്രന്റെ ദോഷം കാണും, ചിലർക്ക് ബുധന്റെ ദോഷം കാണും. അതെന്താണ്? അപ്പൊ ചില ആൾക്കാർക്ക് ഞരമ്പിന്റെ ആയിട്ടുള്ള പ്രശ്നം, അല്ലെങ്കിൽ സ്കിന്നിന്റെ പ്രോബ്ലം. അപ്പൊ അതെങ്ങനെ മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ മാറ്റണം? അതെന്ന് പറഞ്ഞാൽ പോയിട്ട് മന്ത്രവാദം ചെയ്തോ അല്ലെന്നൊരു അമ്പലത്തിൽ പോയിട്ട് പൈസ കൊടുത്ത് ചില കള്ള ജ്യോതിഷന്മാരുണ്ട്. പൈസ ചെയ്തെന്ന് പറഞ്ഞാൽ 10, 50,000, 25,000 1 രൂപ ഒരാൾക്കും കൊടുക്കല്ലേ പറയുമായിരുന്നു. അപ്പം ഇതാണ് തിയറിയുടെ ഓരോ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. അപ്പം ഇത് അടുത്തത് ഇനിയിപ്പം നമ്മൾ പറഞ്ഞ ഇവരുടെ ആ ശിവനാടി ജ്യോതിഷത്തിന്റെ അതും ഞാൻ പറഞ്ഞു, ഇത് വെച്ച് നോക്കുമ്പോൾ അതൊന്നുമല്ല. കാരണം അതിനെക്കാട്ടി 100 ഇരട്ടി എഫക്റ്റീവാണ് തിയറി. അതുകൂടെ പറയാം. അപ്പോൾ ഇത്ര പറഞ്ഞുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. ഞാൻ ഉദ്ദേശിച്ച ഒരു 10 മിനിറ്റ് അല്ല 15 മിനിറ്റ്, ഇപ്പം എനിക്കൊന്ന് അരമണിക്കൂറോളം ആവുന്നു. അപ്പോൾ ഇനി നീണ്ടുപോകും. അതുകൊണ്ട് ബാക്കി കാണാം. താങ്ക്സ്. ബൈ. ഇഷ്ടമായെന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. എൻ്റെ 10 വർഷം മുമ്പുള്ള ഒരു വീഡിയോയുടെ ലിങ്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നൊരു കണ്ടു നോക്കുക. അതെൻ്റെ ദുബൈയിലെ റിയൽ ലൈഫാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് ഫോർ